ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പം മുറ്റത്ത് പോയി നോക്കിയപ്പോഴാട്ടോ ഞാൻ കണ്ടത് ചെമ്പരത്തിപ്പൂവിൽ വെള്ള കളർ ചെമ്പരത്തിപ്പൂ നട്ടിട്ട് അതിലൊരു ചുവപ്പും വെള്ളയും കൂടെ ഷെയ്ഡുള്ള ഒരു ചെമ്പരത്തി ഞാൻ കാണുന്നത്. ഞാനിത് ആദ്യമായിട്ട് കണ്ടുകൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇന്ന് രാവിലത്തെ ചായക്ക് വന്നിട്ട് പത്തിരിയായിരുന്നു. അപ്പം ഞാൻ പൊടി രാവിലെ തന്നെ കുഴച്ച് വെച്ച് ഞാൻ പരത്തി ചുട്ടു കേട്ടോ. പത്തിരിക്ക് അമ്മ കടലക്കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറി അമ്മ ആക്കി വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് പത്തിരി ചുടാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം അമ്മ വെള്ളരിയും പരിപ്പും ഇതും കൂടെ വേവിക്കാൻ വെച്ചു. അപ്പം ഞാൻ അതിന് തേങ്ങ അരച്ച് ചേർത്ത് കറിയാക്കിയ കുറച്ച് മെഷീനിൽ തുണി ഇടാനുണ്ടായിരുന്നു. അത് തുണിയിട്ടു. ഇത് അഴുക്ക് ചാലൊന്നും അല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ തുണീൻ്റെ ചെളിയാണ്. നിങ്ങൾ ആരും കണ്ട് പേടിക്കണ്ട കേട്ടോ. അമ്മ അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന് മേലെ വെച്ച്. പിന്നെ മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീട്രൂട്ടെല്ലാം പലയിൽ ഉരച്ച് ഞാൻ അപ്പോഴത്തേക്ക് ഉപ്പേരി വെക്കാൻ വെച്ചേ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് എനിക്ക് ഒക്കത്തില്ല വെച്ചാൽ കുട്ടികളുടെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ഒക്കത്തില്ല. പിന്നെ അമ്മ തൊഴിലുറപ്പിനെല്ലാം പോയതിന് ശേഷം ഞാൻ അവിടെയൊക്കെ അടിച്ച് വാരി തുടയ്ക്കാമെന്ന് ഓർത്തിട്ട് കയറിയതാണ് കേട്ടോ. കട്ടിലൊക്കെ മക്കൾ കടന്നിട്ട് അങ്ങനെ ഇട്ടതാണ്. അതൊക്കെ നന്നാക്കി വെച്ചിട്ട് അവിടെ അടിച്ച് വാരി ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടയ്ക്കുക. ഞങ്ങളുടെ കട്ടിലിന് കിടക്കറയില്ല കേട്ടോ, അതുകൊണ്ടാണ് എന്തോ പോലെ കിടക്കുന്നത്. ഇപ്പം മോളോട് ഞാൻ പറഞ്ഞപ്പോൾ മോളാട്ടോ അവിടെ ഫോണും പിടിച്ച് നിൽക്കുന്നത്. ചെറിയ മോനും ഉണ്ട് അവളുടെ അടുത്ത്. രണ്ടാൾക്കും ഞാൻ ടി വിയിൽ പാട്ട് വെച്ച് കൊടുത്തിട്ടാട്ടോ ഞാൻ ഈ പണിക്ക് വന്നത്. അല്ലെങ്കിൽ രണ്ടാളും അലമ്പാക്കും എന്നെ ഇട്ടിട്ട്. അപ്പോഴത്തേക്ക് അടുപ്പത്ത് വെച്ചിട്ടുള്ള തോരനിൽ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചേ. പിന്നെ 10 മണിക്ക് അനിയൻ ചായ കുടിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ മോനും അനിയനും കൂടിയിട്ട് 2 പഴം ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അവനത് എൻ്റെ മോന് വന്നിട്ട് മിക്സിയിൽ അടിച്ചു കൊടുക്കും. അനിയൻ അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് വെച്ചാട്ടോ. അപ്പോൾ അടിച്ച് വാരി തുടയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയോൻ എൻ്റെ ഒക്കത്താട്ടുള്ളത്. മൂത്തോളിരുന്ന് ഉപ്പും മുളകിലെ ബാലു കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തിണയൊക്കെ തുടച്ച് ഞാൻ വൃത്തിയാക്കി. രാവിലെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോകായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ തിണയുള്ളത്. നന്നാക്കി അടിച്ചൊക്കെ വാരിയതിന് ശേഷം ഞാൻ പഴം വെന്തോന്ന് നോക്കാൻ പോയതാണ്. പഴമൊക്കെ വെന്തോന്ന് നോക്കിയതിന് ശേഷം ഞാൻ പല്ലൊക്കെ തേക്കുക. എന്ന് വെച്ചാൽ പണി കഴിഞ്ഞാൽ ഇരുന്ന് ചായ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴത്തേക്ക് വിക്രമാദിത്യൻ വേതാളം എന്ന പോലെ തന്നെ കാശി എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും പല്ല് തേപ്പിക്കും കേട്ടോ. ഞാൻ കുറച്ചേറെ കടലയും പിന്നെ കുറച്ച് പത്തിരിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇതെന്താ ഉച്ചിയിൽ തല ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് ഓർത്ത് ആരും പേടിക്കണ്ട. എനിക്ക് കഴുത്ത് വേദന ഉള്ളതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ മുടി കെട്ടി വെക്കുന്നത്. ഇങ്ങനെ കിട്ടിയാലേ എനിക്കൊരു സുഖം കിട്ടും കഴുത്തിന്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ചോദിക്കും, ഇതെന്താ ഇവളിങ്ങനെ ഡ്രസ്സ് ഇടുന്നേ, ഇവളെന്താ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും. നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഞാൻ ഇങ്ങനെ തന്നെയാണ്. അതാണ് എന്നെ ആർക്കും ഇഷ്ടമല്ലാത്തതും. എന്തോ പോലെ ഞാൻ എപ്പോഴും നടക്കും. അപ്പോഴത്തേക്ക് മോൻ വന്നിട്ടുണ്ട് കേട്ടോ. പത്തിരിയും കടലക്കറിയും കണ്ടപ്പം പെണ്ണും അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. മോളും ഉണ്ട്. രണ്ടാളും കൂടെ ഞാൻ തിന്നുമ്പോൾ എന്ത് തിന്നാലും അവർ എൻ്റെ ഒതുക്കി വരും കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇത്ര വലിയ കൈപ്പാട്ടം നിറച്ച ചായ അല്ല കേട്ടോ. ബാക്കി ചായ ഞാൻ കുറച്ചാണ് ഉള്ളത്. എനിക്ക് ഗ്ലാസ് എടുക്കാൻ മടിയായിട്ട് ഞാൻ അതിൽ തന്നെ കുടിച്ചു. പിന്നെ മോനുള്ള വന്നിട്ട് മുത്താറ് ഞാൻ അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2-3 ചാല് കഴുകണം. അതുകൊണ്ട് കഴുകി വാരി മിക്സിയിൽ അരച്ചിട്ട് അരിച്ചെടുത്താൽ കേട്ടോ. അപ്പോഴത്തേക്ക് അടുപ്പത്ത് വെച്ച് ശർക്കര ഇട്ട് കുറുക്കാണ്. മോനുള്ള കുറുക്കാട്ടോ. അവനോട്ടിരുന്ന് കളിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ആക്കി വെച്ചാൽ പിന്നെ വിശക്കുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന മൈൻഡിലാട്ടോ ഞാനിതൊക്കെ ആക്കി വെക്കുന്നത്. കുറുക്കപ്പോഴത്തേക്ക് കട്ടിയായിട്ടുണ്ട്. ശർക്കര അരിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെയും ഇളക്കി കൊടുത്ത് വറ്റിക്കുക കേട്ടോ. അല്ല ഇങ്ങനത്തെ ഒരു പാകത്തിനെടുത്താലും അവന് കൊടുക്കാൻ നേരം നല്ല കട്ടിയിലാകെ. അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ചകിരിയൊക്കെ ഇല്ല അതൊക്കെ എടുത്തിടാനുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ചോറൊക്കെ എടുത്ത് ചോറ് തിന്നാണ്. പെണ്ണ് വന്ന അമ്മ എനിക്കൊരു വാരിത്താന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അവൾക്ക് വാരി കൊടുത്തു. ചെറിയ മോൻ ഉറങ്ങുകയാണ് കേട്ടോ അപ്പുറത്ത്. അത് അവനെ കാണാത്തത്. ഇനി അവൻ എണീച്ചിട്ട് അവനെ ഫുഡ് കൊടുക്കണം. പിന്നെ അങ്ങനെ ഇന്ന് ഓരോരോ പണികളുണ്ട്. അതിന് ശേഷം ഞങ്ങൾ അച്ഛനും അമ്മയും കൂടെ നട്ടാട്ടോ കൃഷി. ഇത് തൈ അമ്മ കൊണ്ടുവന്നപ്പം ഞാനും അമ്മയും കൂടെ കവറിൽ മണ്ണ് നിറച്ചിട്ട് കുഴിച്ചിട്ടു. ഇപ്പം നനയ്ക്കുന്നൊക്കെ അച്ഛനാട്ടോ.